നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. അതെ, ആളെ അധികം തൊടണ്ട, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു സൈഡിലായി നിന്നിരുന്ന നേഴ്സ് അവനോട് പറഞ്ഞു. അവൻ അവൾക്കടുത്ത് നിന്ന് അല്പം വിട്ടുമാറി നിന്നു. എപ്പോഴാ റൂമിലേക്ക് മാറ്റുക? അവൻ ഷർട്ടിന്റെ കയ്യിലൊന്ന് കണ്ണു തുടച്ച് അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തിരക്കി. 1-2 ടെസ്റ്റ് റിസൾട്ട് കൂടി വരാറുണ്ട്. അത് വന്നു കഴിഞ്ഞ് ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുറിയിലേക്ക് മാറ്റൂ. അവനെ നോക്കി ഗൗരവപൂർവ്വം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന കസേരയിലേക്ക് ഇരുന്നു. ഇന്ന് വെളുപ്പിനൊരു 3 മണിയായപ്പോഴാണ് ആൾക്ക് ബോധം വന്ന കാര്യം നേഴ്സ് വന്ന് പറയുന്നത്. കാര്യമായി എന്തെങ്കിലും സംസാരിക്കുന്ന മുന്നേ തന്നെ ആള് വീണ്ടും മയക്കത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്ന് കയറി കാണണമെന്ന് ആവശ്യം അറിയിച്ചപ്പോൾ അദ്ദേഹമാണ് രാവിലെ കയറിക്കോളാൻ പറഞ്ഞത്. അവിടുന്ന് അങ്ങോട്ട് നേരം വെളുക്കുന്നതും കാത്തൊരു ഇരിപ്പായിരുന്നു. ഇതിനകത്ത് കയറി അവളൊന്ന് കണ്ടപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത്. അവനും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഓർത്തു. എന്നാൽ ഇയാൾ പുറത്തേക്കുന്നു, കുട്ടി ഉണർന്നാ വിളിക്കാം. ആ നേഴ്സ് അവനോട് പറഞ്ഞു. അവൻ അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. എന്താ ചേട്ടാ, എടുത്തി ഉണർന്നോ? പുറത്തേക്ക് വന്നവൻ അരികിലേക്ക് ചെന്നുകൊണ്ട് രുദ്രൻ തിരക്കി. ഇല്ല, ഇന്ന് വെളുപ്പംകാലത്ത് എപ്പോഴും ഒന്ന് കണ്ണൂർന്ന, പിന്നെ നേരത്തെയായിട്ട് ഒരു അനക്കവുമില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. ഏടെങ്കിലും ടെൻഷനാവാതെ, പേടിക്കാനൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. രുദ്ര അവനെ സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞുകൊണ്ട് അവൻ അരികിലേക്ക് ഇരിപ്പുറപ്പിച്ചു. ടെൻഷനൊന്നുമില്ല, എനിക്ക് ഒരു സമാധാനക്കേട്, അതവളൊന്ന് കണ്ണൂർന്നാ മാറിക്കോളും. അവൻ നെഞ്ചൊന്നൊഴിഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. അത് കാണാൻ രുദ്രനൊന്നും മന്ദസിച്ചു. മുത്തച്ഛൻ വിളിച്ചിരുന്നെ, ഞാൻ ചെറിയൊരു മുറി പറ്റിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ICUലൊക്കെ കയറ്റിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏടത്തി കിടക്കുന്നതിനടുത്തായിട്ട് വേറെ ബെഡ് കൂടി ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവൻ ചെറിയ ചിരിയോടെ മേഘനോട് പറഞ്ഞു. നീ ഒന്ന് വീട്ടിലേക്ക് വിട്ടോ, അവിടെ മുത്തച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ. മേഘന അവനെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോയ ഏട്ടനോട് തനിച്ചാവില്ലേ? രുദ്ര അവനോട് തിരക്കി. അവസാനല്ല, ഞാൻ നോക്കിക്കോളാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ രാഹു വരും. മേഘന അവനോട് പറഞ്ഞുകൊണ്ട് മൊബൈലെടുത്ത് സമയം നോക്കി. അതിൽ 9 മണി എന്ന് കണ്ടതും അവനത് തിരികെ തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ഏട്ടനൊന്നും കഴിക്കുന്നില്ലേ? സമയം 9 കഴിഞ്ഞു. രുദ്ര അവനെ നോക്കി ചോദിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, നീ എന്തെങ്കിലും കഴിച്ച് മുത്തശ്ശിയുള്ള പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടോ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. മേഘൻ പറഞ്ഞതും അവനതിനെ തലയാട്ടി തന്നെ സമ്മതം അറിയിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. രുദ്ര തന്നെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് നടന്നു പോകുന്നവന്റെ കാലുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് മേഘൻ അവനെ വിളിച്ചു. എന്തേട്ടാ? അവൻ തിരിഞ്ഞുകൊണ്ട് അവനോടായി ചോദിച്ചു. സൂക്ഷിക്കണം, ആവശ്യമില്ലാത്തൊരു കറക്കുവിനി വേണ്ട. മേഘൻ അവനെ ഓർമ്മപ്പെടുത്തി. ഞാൻ സൂക്ഷിച്ചോളേട്ടാ. അവനൊട്ടും വൈകാതെ തന്നെ മേഘനുള്ള മറുപടി നൽകിക്കൊണ്ട് അവിടുന്ന് നടന്നകന്നു. അതൊന്ന് നോക്കിക്കൊണ്ട് അവൻ ഫോണിൽ രാഹു എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിരലമർത്തി. എന്താ കുട്ടി, ഒത്തിരി ആയല്ലോ നിന്നെ ഇങ്ങോട്ടേക്കൊന്ന് കണ്ടിട്ട്? അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതും പൂജാരി നീലിയെ നോക്കി ചോദിച്ചു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു തിരുമേനി, ഇന്ദ്രേട്ടനോട് പട്ടപ്പാടിലായിരുന്നു, ഇന്നലെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അവൾ അയാളെ നോക്കിക്കൊണ്ട് ചിരിയോടെ മറുപടി നൽകി. ആഹാ, തരക്കേടില്ലാലോ, തമ്പുരാൻ കുഞ്ഞ് മാറി ഇന്ദ്രേട്ടനായല്ലോ. അയാൾ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവൾ അതിനൊന്ന് ചമ്മി ചിരിച്ചു. എന്നിട്ട് എന്തിയേ, നിന്റെ ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? അയാൾ ചുറ്റിയൊന്ന് കണ്ണോടിച്ചുകൊണ്ട് തിരക്കി. വന്നു, കമ്മിറ്റിക്കാർക്കടുത്തേക്ക് പോയിരിക്കുക. ആൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ നെറ്റിയിലേക്ക് ചന്ദനം ചാർത്തി കൊടുത്തു. കുഞ്ഞിപ്പാറു എന്തേ ഇങ്ങനെ പതുങ്ങിയിരിക്കണേ, മുത്തശ്ശനെ മറന്നോ ഈ? അയാൾ അവിടെ കയ്യിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിന്റെ കവിളിൽ തോണ്ടി ചോദിച്ചുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന കൽക്കണ്ടത്തുണ്ട് ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ന് രാവിലെ തൊട്ട് ആകെ ഒരു വാശിയാ, വരുന്ന വഴിക്കൊന്ന് കരയും ചെയ്തു, അതെങ്ങനെ പതുങ്ങിയിരിക്കണേ? ആൾ കൽക്കണ്ടം തുണയുന്ന കുഞ്ഞിപ്പിണി നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. അത് ശരി, നിന്റെ കുട്ടിയെ നീ നിന്റെ കുറുമ്പ് കാട്ടി കഷ്ടപ്പെടുത്തുന്നുണ്ടോടി പാറൂട്ടി? അയാൾ കുഞ്ഞിനെ നോക്കി ചോദിച്ചതും കുഞ്ഞവിടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. എന്താണ്, ആകെ ഒരു മന്ദതയാണല്ലോ. അയാൾ കുഞ്ഞിന്റെ പുറത്തൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റിയോ എന്തോ, പനിയുടെ ലക്ഷണമൊന്നും കാണാനില്ല, പിന്നതിപ്പോ എന്താണെന്നാ? ആൾ തന്നെ തോളിലേക്ക് ചാഞ്ഞിടക്കുന്ന കുഞ്ഞിന്റെ തലയിലൂടെ തഴുകിക്കൊണ്ട് ഉള്ളിലെ ആദ്യ വെളിയിൽ കാട്ടാതെ അയാളോട് പറഞ്ഞു. അതൊന്നും കാര്യാക്കണ്ട, ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളതാ. ഈ ചടപ്പും വാശിയൊക്കെ അവിടെ വളർച്ചയുടെ ഒരു ഭാഗാ. അയാൾ അവിടെ ഉള്ളിൽ ആദ്യം മനസ്സിലാക്കിയ പോലെ അവളോട് പറഞ്ഞു. ടീച്ചറിന്ന് കലാക്ഷേത്രം വന്നിട്ടില്ലേ? ആൾ പൂട്ടിക്കിടക്കുന്ന കലാക്ഷേത്രയിലേക്ക് നോക്കി അയാളോട് തിരക്കി. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവിടെ ക്ലാസ് ഇല്ല. കുറച്ച് നാള് മുന്നേ പെയ്ത മഴയില് ഒരു ചില്ല അതിന്റെ മുകളിലേക്ക് വീണാതാകെ നാശമായി കിടക്കായിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികൾ തീരാണ്ട് ഇനി പഠിപ്പിക്കല് നടക്കില്ല, അയാൾ അവളോട് പറഞ്ഞു. ആണോ? ഞാൻ ടീച്ചറൊന്ന് കാണാൻ കൂടിയാ വന്നേ. ആൾ നിരാശയോടെ അയാളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു. കുട്ടിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ വഴി വരും ആള്. മിക്കവാറും നാളെ വരാൻ സാധ്യതയുണ്ട്. എന്നാ പിന്നെ നാളെ വരാം, അവരയാളോട് പറഞ്ഞു. ദേ തമ്പുരാൻകുട്ടി വന്നല്ലോ.
അയാൾ തങ്ങൾക്കരികിലേക്ക് നടക്കുന്ന ഇന്ദ്രനെ നോക്കി പറഞ്ഞു. അവൾ അവന് നേർക്ക് തിരിഞ്ഞു. കാര്യങ്ങളൊക്കെ എവിടം വരെ തിരുമേനി? അവൻ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് തിരക്കി. എല്ലാം നന്നായി തന്നെ നടക്കുന്നുണ്ട് കുഞ്ഞെ. പിന്നെ ഇപ്രാവശ്യം ചന്ദനക്കാവിൽ കൂടി പൂരം നടത്തുന്നോണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കാര്യങ്ങൾ അത്ര കണ്ട് ഉത്സാഹം പോരാ. അയാൾ അവനോട് കാര്യം മറച്ചു വെക്കാതെ പറഞ്ഞു. ഉത്സാഹമൊക്കെ വന്നോളും തിരുമേനി. ഇല്ലാ ചലനത്തിനോട് സ്ഥാനം രാജിവെച്ച് വീട്ടിലിരുന്നോളം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവൻ മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് അയാളെ നോക്കി പറഞ്ഞു. മൈക്കുഞ്ഞ് വന്ന് കഴിഞ്ഞ ദിവസം എല്ലാത്തിനും നേരെ 2 ചാട്ടം ചാടി പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായി തുടങ്ങിയത്. ആർക്കും ആ വക കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധ പോരാ. അയാൾ ഇന്ദ്രനെ നോക്കി പറഞ്ഞു. കുളം വൃത്തിയാക്കാനുള്ളവര് ഇന്ന് ഉച്ചയോടങ്ങെത്തും തിരുമേനി. അതോർത്തിനി ടെൻഷൻ വേണ്ട. അവൻ അയാളെ നോക്കി പറഞ്ഞു. ആ പിന്നെ വ്രതത്തിന്റെ കാര്യമൊക്കെ കുഞ്ഞിനെ അറിയാലോ. പ്രധാന കർമ്മിമാർക്കൊപ്പം തന്നെയാ നിങ്ങളുടെ 2 പേരുടെയും സ്ഥാനം. അതുകൊണ്ട് ആ വക കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. അയാൾ ഇന്ദ്രനെ ഓർമ്മപ്പെടുത്തി. എല്ലാം മുറ പോലെ തന്നെ നടക്കും തിരുമേനി. ഇന്ദ്രൻ അയാളെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. നിങ്ങൾ ഇറങ്ങട്ടെ, വേറെ ചില കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാം. എന്നിലുണ്ട് ചെന്നെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. അയാൾ അതും പറഞ്ഞ് അവൻ അവളെയും കുട്ടി അവിടെ നിന്ന് അയാളത് പറഞ്ഞതും അവൻ അവളെയും കുട്ടി അവിടെ നിന്ന് തിരികെ നടന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കയ്യിൽ ചെറിയൊരു മരവിപ്പുണ്ടാവും. അത് ആ മരുന്നിന്റെ എഫക്റ്റ് മാറുമ്പോൾ ശരിയായിക്കോളും. പിന്നെ നല്ല വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആവുന്ന പോലെ പെയിൻ കില്ലർ ഒഴിവാക്കി അതിനെ മറികടക്കാൻ ശ്രമിക്കുക. അതധികം ശരീരത്തിലേക്ക് ചെല്ലുന്നത് ശരിയല്ല. ഡോക്ടർ അവളെ പരിശോധിച്ച ശേഷം മേഘനോടായി പറഞ്ഞു. പിന്നെ പരമാവധി കൈ അനക്കാൻ സൂക്ഷിക്കണം. സ്വില്ലിങ് വരാൻ സാധ്യതയുണ്ട്. അയാൾ അവനെ ഓർമ്മപ്പെടുത്തി. ആ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. അവനത് സമ്മതിച്ചെന്നോണം അയാൾക്കുള്ള ഉത്തരം നൽകി. ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ കുട്ടിയൊന്ന് ഉണർന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ? ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് ആ മുറി വിട്ട് പുറത്തേക്ക് പോയി. മേഘന അയാൾ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് റൂം ഡോർ അടച്ച് കുറ്റിയിട്ട ശേഷം അവൾക്കടുത്തേക്ക് നടന്നു. എന്ത് ഉറക്കാണ് ഈ പെണ്ണ ഇത്? അവൻ അവൾക്കരികിൽ ഒരു സ്റ്റൂൾ വലിച്ചിട്ടിരുന്നുകൊണ്ട് ആ തലയിലൂടെ വിരലൊടിച്ചു. ശാന്തമായി ഉറങ്ങുന്നവരുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ക്ഷീണം ബാധിച്ച ആ മുഖം കാണെ അവനവരുടെ കവിളുകൾ പതിയെ തന്റെ പെരുവിരൽ കൊണ്ടൊന്നൊഴിഞ്ഞു. മുറിവ് പറ്റിയ കൈക്കരികിൽ നിന്നും മാറി അവൻ അപ്പുറത്തെ വശത്ത് സ്റ്റൂളിട്ടിരുന്നു കൊണ്ട് ആ കിടക്കയിലേക്ക് തലവെച്ച് കിടന്നു. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കമില്ലായ്മയും ക്ഷീണവും കൊണ്ടാവാം അവന്റെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് നിദ്രയെ വരവേറ്റു. അല്പനേരത്തിന് ശേഷം കനമേറിയ കൺപോളകൾ ചിമ്മി തുറന്നു അവൾ ആദ്യം കാണുന്നത് തന്റെ മുഖത്തിന് നേരെ മുഖം വെച്ച് കണ്ണടച്ചുറങ്ങുന്നവന്റെ മുഖമാണ്. അത് കാണെ അവളുടെ ഓർമ്മകളിലേക്ക് കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓരോന്നും ഓടിയെത്തി. അവൾ തന്റെ തല ചരിച്ചൊന്ന് വലത് കൈയിലേക്ക് നോക്കി. പന്തം പോലെ ഒരു കെട്ട് കണ്ടതും അവൾ പയ്യെ കൈയൊന്ന് അനക്കി നോക്കി. ചെറുതായിട്ടൊരു മരവിപ്പ് മാത്രമാണ് ആ ഭാഗത്ത് തോന്നുന്നത്. വേദനയൊന്നും അറിയുന്നേയില്ല. അവൾ തലചരിച്ച് വീണ്ടും അവനെ നോക്കി. തന്റെ മുഖത്തോട് അത്രമേൽ ചേർന്നിരിക്കുന്ന അവന്റെ മുഖത്തേക്ക് അവൾ ഏറെ നേരം നോക്കിയിരുന്നു. ശേഷം പയ്യെ അവനരിയിലേക്ക് ഇത്തിരി കൂടി നീങ്ങിക്കിടന്നുകൊണ്ട് അവന് നെറ്റിൽ പയ്യെ ഒന്ന് മുത്തിമാറി. ഇന്നലെ പ്രാണൻ പോകുമെന്ന് തോന്നിയ നിമിഷം തന്റെ മുന്നിൽ കടന്നു വന്ന ആദ്യത്തെ മുഖം അത് ഈ കിടക്കുന്നവന്റെ ആയിരുന്നു. താൻ ഒരാൾ കാരണം വീണ്ടും അവൻ എല്ലാവർക്കും മുന്നിൽ ഉരുക്കി നിൽക്കുന്ന ഗതി വരുമോ എന്ന് ഭയന്ന നിമിഷമായിരുന്നു അത്. ആ നിമിഷം വീണ്ടും ഓർക്കവേ അവളുടെ കൺതടങ്ങൾ ഭേദിച്ചുകൊണ്ട് ഇരു കൺകോണിലൂടെയും കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. നാഥ. അവൾ കാറ്റുപോലെ അവനെ വിളിച്ചു. എന്നാൽ അവനതൊന്നും അറിയുന്നതേയില്ല. തലേ ദിവസത്തെ ഉറക്കക്ഷീണം അത്ര കണ്ട് അവനെ പിടികൂടിയിരുന്നു. താൻ വിളിച്ചിട്ട് ഉണരാതെ ഉറങ്ങുന്നവനെ കാണെ അവൾ ഒരു ചിരിയോടെ അവനരിയിലേക്ക് കുറച്ചുകൂടി ചേർന്ന് കിടന്നുണ്ട് ആ പിളർന്നു പോയ ചുണ്ടിലൊന്ന് ചുണ്ടമർത്തി. ആ ക്ഷണം തന്നെ അവന്റെ വിരിനെറ്റിയിൽ വരകൾ പ്രത്യക്ഷമായി തുടങ്ങിയിരുന്നു. അവൻ ഉണരുന്നു എന്ന് കണ്ടതും അവൾ അവന്റെ ചുണ്ടുകളിൽ തന്റെ വിരലുകൾ പിൻവലിച്ചു. പാതിയിൽ മുറിഞ്ഞുപോയ ഉറക്കം മതിയാവാത്തപ്പോൾ മേഘനൊന്ന് മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ പയ്യെ തുറന്നും കാണുന്നു. തന്റെ മുഖത്തുനിന്നും കണ്ണുകൾ അടർത്തി മാറ്റാതെ തന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് വെച്ച് കിടക്കുന്നവളെയാണ്. സാധാരണ താൻ ഒട്ടി വരുമ്പോഴെല്ലാം തന്നെ തള്ളി മാറ്റി പോകുന്നവൾ ഇന്ന് ആദ്യമായി തനിക്കരികിൽ ഒരു നിശ്വാസത്തിനപ്പുറം കിടന്നുകൊണ്ട് തന്നെ മിഴിച്ചിമാൻ മറന്ന് നോക്കുന്ന കാണെ അവന്റെ മിഴികൾ ആർദ്രമായി. എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന ചോദ്യം അവനുള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടിയെങ്കിലും തന്റെ ആ ചോദ്യം ഒരുപക്ഷെ ഈ നിമിഷത്തിന്റെ സൗന്ദര്യം തകർത്തേക്കുമെന്ന് തോന്നിയതും അവൻ നിശബ്ദനായി. അവളുടെ ശ്വാസം അവന്റെ ചുണ്ടുകളെ സ്പർശിക്കുന്നുണ്ട്. ആ മിഴികൾ അവനിൽ ഇതുവരെ നിറഞ്ഞിരുന്ന അന്ധകാരത്തിന് മേൽ പ്രകാശം പരത്തുന്നുണ്ട്. വാക്കുകൾ നഷ്ടപ്പെട്ട നിമിഷം നിശ്വാസങ്ങളും നോട്ടങ്ങളും തമ്മിൽ സംവദിച്ചു. ആൾക്കും അവനും പരസ്പരം പറയാനുള്ളതെല്ലാം അതിലുണ്ടായിരുന്നു. അവന്റെ വിരലുകൾ അവളുടെ കവിളുകളെ പതിയെ ഓമനിച്ചു. തീരെ പ്രതീക്ഷിക്കാതെ അവന്റെ ആ കൈകൾക്ക് മുകളിൽ അവളുടെ ഇടതുകരം അമർന്നു. ഒരു നിമിഷം പോലും ഇനി നിന്നിൽ നിന്ന് വിട്ടുമാറില്ലെന്ന് ഉറപ്പോടെ അത് അവന്റെ കൈപ്പത്തിയെ പൊതിഞ്ഞു. അവളുടെ ആ പ്രവൃത്തി അവന്റെ അധരങ്ങളിൽ ചെറുചിരി വിരിയിച്ചു. അവളെ ഇങ്ങനെ ഇത്ര അടുത്ത്
മനസ്സ് തുറന്ന് കാണുന്ന ഹൃദയമുണർത്തുന്ന ഒരു മൃദുസ്മിതമായി അത് മാറി. നാഥ. അവനോട് വലത് കവിളിനെ തന്റെ ഇടത് കൈയാലൊന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മൂളി. ഒത്തിരിയായ ഞാനിവിടെ? അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ ചോദിച്ചു. ഏയ്, ഏറിപ്പോയാൽ ഒരു 10 മണിക്കൂർ. അവൻ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. അതിനു മാത്രമേ എനിക്കെന്താ പറ്റിയേ? അവൾ മിഴിഞ്ഞ കണ്ണുകളോട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്നെ ഒരു പാമ്പ് കടിച്ചു. അവനോട് അകന്നു മാറിയ ചുണ്ടുകളിൽ നിന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പാമ്പോ? അവൾ അവനെ നോക്കി മുഖം ചുളിച്ചു. പാമ്പ്. അവൻ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ആ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ച് മാറി. നീ കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ? അവൾ വീണ്ടും തന്റെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ച് വരുന്നവന്റെ ചുണ്ടുകളെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനോട് ചൊടിച്ചു. കാര്യം പറഞ്ഞാടി യക്ഷിക്കുഞ്ഞെ, എവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അതിന്റെ വിഷപ്പെല്ലാം ഓടിക്കാൻ. ഇല്ലേ ചിലപ്പോ അതിന് വേറെ ആരായാലും ഇങ്ങനെ കടിച്ചു കൂടണമെന്ന് തോന്നിപ്പോവും. അവൻ അവിടെ ഉള്ള കയ്യിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അയാളാണോ? അവൾ മേഘനെ നോക്കി സംശയഭാവത്തിൽ തിരക്കി. ആണോ? അവൻ ചോദിച്ചുകൊണ്ട് അവൾക്കരിയിലേക്ക് കയറി കിടന്നു. നാഥ. അവൾ അവനെ ഒന്ന് ചറിഞ്ഞു നോക്കിക്കൊണ്ട് വിളിച്ചു. ഓ. അവനോട് മുറിവ് പറ്റിയ കയ്യിൽ തട്ടാതെ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് വിളി കേട്ടു. ഞാൻ ചോദിച്ച ഇയാൾ കേട്ടില്ലേ? കേട്ടു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. എന്നിട്ട് ഇയാളെന്താ ഈ കാണിക്കുന്നേ? അവൾ അവന് നെറ്റിൽ അവന് വേദനിക്കും ഇതൊന്ന് മുട്ടിക്കൊണ്ട് ചോദിച്ചു. കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ തള്ളവില്ലാലൊന്ന് ഓമനിച്ചു. ഞാൻ ഇയാളോട് ചോദിക്കുന്നത് ഇയാൾ കേൾക്കുന്നില്ലേ? അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി. കേൾക്കാതെ പിന്നെ നാദേട്ടൻ എങ്ങനെയാണ് ഈ മിണ്ടുന്നത്? അവൻ വീണ്ടും അവളുടെ ചുണ്ടിലൊന്ന് മുത്തി മാറിക്കൊണ്ട് പറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. അത് കാണാൻ അവൻ തന്റെ കേഴിച്ചുകൊണ്ട് കടിച്ചൊന്ന് ചിരിച്ചു. എടി ഭാര്യേ. അവൻ അവിടെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് വിളിച്ചു. അവളവനെ തലയരിച്ച് നോക്കിക്കൊണ്ട് കണ്ണുരുട്ടി. നീ എന്താണ് യക്ഷിക്കുഞ്ഞ് ഒരുമാതിരി കണ്ണീ ചോരയില്ലാത്ത കണക്ക് എന്നോട് പെരുമാറുന്നത്? ഒന്നുമില്ലേലും രാത്രിക്ക് രാത്രി ഒരു കുപ്പി ചോര നനയ്ക്കാൻ വെറുതെ തന്നില്ലേടി. അതിന്റെ സ്നേഹമെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചുകൂടെ? അവൻ അവളെ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് ചോദിച്ചു. ഈ കണക്കൂടെ ഞാൻ കേൾക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ എന്റെ ചോരയൂറ്റുമ്പോ ആലോചിക്കണമായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പയ്യൊന്ന് കടിച്ചു വിട്ടു. അത് കേട്ടതും ആൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നാഥ. ആൾ ഒരു നിമിഷം കണ്ണടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവനെ വിളിച്ചു. എന്തോ? അവൻ അതേ താളത്തിൽ തന്നെ വിളിയേട്ടു. ഇയാളതിന് എന്നെ ഇപ്പോഴും ഇങ്ങനെ ചൊറിയണേ? എനിക്ക് ചൊറിയാനും നിനക്ക് മാന്താനും നമുക്ക് നമ്മൾ മാത്രമേ ഇടിയുള്ളൂ. അപ്പൊ പിന്നെ ചൊറിയാതെ എങ്ങനെയാ? അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് ഇറുകെ പുണർന്ന് കിടന്നു. എനിക്ക് മോളെ ഒന്ന് കാണണം നാഥ. ആൾ അവന്റെ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങി നമുക്ക് പോവാം പോരെ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ താടിയിൽ ചുംബിച്ചു. എനിക്കിപ്പോ കാണണം. ആൾ അതിനെ എതിർത്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു പൂതി? അവൻ തന്നെ മുഖമുയർത്തിക്കൊണ്ട് അവൾ നോക്കി ചോദിച്ചു. അത് കൊള്ളാം. എനിക്ക് കണ്ടൂടെ? ഞാൻ അവിടെ മാമിയല്ലേ? അവൾ തനിക്കുള്ളിൽ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവനോട് ചൊടിയോടെ തിരക്കി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ അവളിൽ നിന്ന് തന്റെ കണ്ണ് പറിച്ചു മാറ്റാതെ പറഞ്ഞു. പിന്നെ ഇയാളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? ആൾ അവന്റെ ചൂടുന്നുള്ള നോട്ടം കാണെ അവന് നോക്കാതെ ചോദിച്ചു. അതെന്താ, മാമിയെ മാമന് നോയിക്കൂടെ? അവൻ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് ചൊടിയോടെ ചോദിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ആൾ അവന് നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും കാര്യമായിട്ടടി കേട്ടത്. അവൻ അതേ രീതിയിൽ തന്നെ അവൾക്കുള്ള മറുപടി നൽകി. അതുകൂടിയായതും ആൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. എന്റെ ഭാര്യ എത്ര പെട്ടെന്ന് പിണങ്ങിയോ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു വെച്ചു. അവൾ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി മാറ്റി. ഇങ്ങനെ പിണങ്ങിലടി ഭാര്യയെ. ആ ദേവേന്ദ്രൻ വിളിച്ച് ഞാൻ പറയാം, എന്റെ കുഞ്ഞമണിക്ക് അവിടെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കാണുന്നു പോരെ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ വീർത്തിരിക്കുന്ന കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. ഇപ്പൊ തോന്നുക ഇത്രയും കാക്കേണ്ടായിരുന്നു എന്ന്. ആദ്യം അവളെ കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു എന്ന്. അവൾ മേഘനെ നോക്കി വിമിഷ്ടത്തോടെ പറഞ്ഞു. പേടിയൊന്നുണ്ടോ നിനക്ക്? അവന്റെ ശബ്ദം ഞൊടിയുടെ കൊണ്ട് ഗൗരവം കവർന്നു. തോന്നുന്നുണ്ട്, പക്ഷെ ആ പേടി അത്രയും എനിക്ക് ചുറ്റിനുള്ളവർ ഓർത്താണെന്ന് മാത്രം. അവൾ അവന്റെ തോളിലേക്ക് തലയായിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു. കാരണം ഈ യുദ്ധത്തിൽ എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് എന്ത് പറ്റിയാലും വേദനിക്കാൻ പോകുന്നത് ഞാനാണെന്ന് എനിക്ക് ഈ സംഭവത്തോടു കൂടി മനസ്സിലായി. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ആർക്കൊന്നും പറ്റില്ലടി. അവൻ അവളുടെ നെറുകയിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് ആശ്വസിപ്പിച്ചു.
പൊയ്വാക്കുകൾ എനിക്ക് വേണ്ട നാഥ. ആളവന് നെഞ്ചിൽ നിന്ന് മുഖമുയർത്താതെ പറഞ്ഞു. പാലിക്കപ്പെടുന്നവരേക്കും ഏതൊരു വാക്കും പൊയ്വാക്കാണ് ദുർഗ. അതിന് പ്രാവർത്തികമാക്കുമ്പോഴാ അത് സത്യത്തിന്റെ ഭാരം ചുമക്കുന്നത്, വാക്കിന് ജീവൻ പകരുന്നത്, ഹൃദയങ്ങൾക്കിടയിൽ വിശ്വാസത്തിന്റെ പാലം പണിയുന്നത്. അതുവരേക്കും അതൊരു പൊയ്വാക്കായി തന്നെ നിലനിന്നോട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു. അപ്പൊ ചൊറിയാൻ മാത്രമല്ല, ഇയാൾക്ക് നല്ല അസലായിട്ട് സംസാരിക്കാനും അറിയാം. ആളവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്റെ ഭർത്തൃപദവി അലങ്കരിക്കണമെങ്കിൽ ഈ നാക്കൊക്കെ വേണം ദൈവത്തിന് തോന്നിക്കാണൂടി കുഞ്ഞമ്മണി. ഇല്ലായിരുന്നെങ്കിൽ നീ എപ്പോഴേ എന്നെ നിന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ടേനല്ലേ. അവൻ പറഞ്ഞുകൊണ്ട് ആളുടെ മൂക്കിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടു. എന്നിട്ട് ഇപ്പൊ അങ്ങനെയല്ലല്ലോ അല്ലേ? ആളവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതുവരെയുള്ള എൻ്റെ ഒരു വീക്ഷണകോണിൽ എൻ്റെ ഭാര്യ അത്തരം മണ്ടത്തരങ്ങളൊന്നും ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവൻ അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഒവ്വ, ഇനി അതിൻ്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ എന്റെ പുറകിൽ നിന്ന് മാറില്ല. എന്നിട്ട് ഞാനിനി സാരിത്തുമ്പിലൂടെ ചുറ്റി കെട്ടി വെക്കാം. ആളവനെ നന്നായി ഒന്ന് പുച്ഛിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. സ്നേഹം കൊണ്ട് അല്ലടി ഭാര്യയെ. അവനവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു. ഇതുകൂടി ചേർത്ത് ഇപ്പൊ 5-6 ഞാനിങ്ങനെ നിങ്ങൾക്ക് ഉമ്മക്കാൻ പാത്തിന് കിടക്കുന്നുണ്ടല്ലേ, ഇയാൾ ഇടക്കിടക്ക് ഒന്നിങ്ങനെ സീല് പതിപ്പിച്ചിട്ട് പോണേ. ആളവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഉമ്മയ്ക്കാൻ തോന്നിയിട്ടല്ലടി. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ചുണ്ടിൽ ഒന്നുകൂടെ ചുംബിച്ച് മാറി. അതിനിങ്ങനെ എപ്പോഴും തന്നെ ചുണ്ടുകൊണ്ട് വരുന്നേ. ഒന്നാമതേ ആ മുഖം നിറയെ കാടാ. ആ കാട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ ഉമ്മ വെക്കണം അല്ലേ? ആളവനെ നോക്കി ചൊടിയോടെ ചോദിച്ചു. കാടോ? എന്റെ ഈ സുന്ദരമാർന്ന മീശരോമാദികളെയാണോടി നീ കാടെന്ന് വിളിച്ച് അപമാനിച്ച്? അവനവളെ ചെറിഞ്ഞു പോയിക്കൊണ്ട് പറഞ്ഞു. അതെ, അല്ലാന്ന് തോന്നാനും മാത്രം വേറെ വൃത്തിയോടെ ആ മുഖത്തെ ഞാൻ നോക്കിയിട്ട് കാണില്ല. ആളൊരു പുച്ഛഭാവത്തിൽ പറഞ്ഞു. എന്റെ മുഖത്തുള്ള കാടാണെങ്കിൽ ഇതെന്തോന്നാടി, പൊന്തക്കാടോ? അവൻ അവിടെ മുടി പിടിച്ചെറിങ്ങിനൊന്ന് വലിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ, ഞാൻ അതുകൊണ്ട് ഇയാൾ ഉമ്മക്കാരന്ന് വരുന്നില്ലല്ലോ. ആളവനെ നോക്കി കയറുകൂടെ ചോദിച്ചു. ഓഹോ, അങ്ങനെയാണോ? ആ അതെ. എന്നാലേ ഇനി മുതൽ നിനക്ക് ഉമ്മയിലടി, ബൊമ്മി തലച്ചി യക്ഷി കുഞ്ഞെ. ആശ്വാസം. ആൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ഒരു ഇത്. പക്ഷേ നിന്റെ നാഥനത്ര കണ്ണീച്ചോറില്ലാത്തവനൊന്നും അല്ലടി യക്ഷിക്കുഞ്ഞെ. അതുകൊണ്ട് എന്റെ കുഞ്ഞമണി ആ ചുണ്ടെന്ന് കാണിച്ചേ. നാഥേട്ടൻ നീട്ടിയൊരു ഇംഗ്ലീഷും വന്നിട്ട് ഓട്ടിപ്പോയി നമുക്ക് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് ആളുടെ കവിളൊന്ന് കൂട്ടിപ്പിടിച്ചു. ഇംഗ്ലീഷ് അല്ല, അറബി. ഇയാൾക്കിനി ഉമ്മയില്ല, ഒന്നുമില്ല, പോടും. ആളവനെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഇംഗ്ലീഷ് ഉമ്മ വേണ്ട, ഒരു സാധാ ഉമ്മയൊക്കെ തരാമല്ലോ. അവൻ ചുണ്ടൂർപ്പിച്ച് അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും എന്നെ ഒന്ന് വെറുതെ വിടറോ കാല. ഞാൻ മരിച്ച് ജീവിച്ച ആളാ. ആളവനെ കൂർപ്പിച്ചു വെച്ച ചുണ്ടിൽ ചൂണ്ടുവിരൽ അമർത്തിക്കൊണ്ട് ദയനീയ ഭാവത്തിൽ പറഞ്ഞു. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഇതുപോലൊരവസരം എനിക്ക് കിട്ടില്ലാലോ. അതോർക്കുമ്പോ എങ്ങനെയാടി ഭാര്യ ഞാൻ വെറുതെ ഇരിക്കുക. അവൻ ചുണ്ടി വിളിക്കൊണ്ട് ചോദിച്ചു. പോടാ ഉമ്മുണ്ണി. ആളവനെ നോക്കി പല്ലിയടിച്ചോണ്ട് വിളിച്ചു. ഉമ്മുണ്ണിയെങ്കിൽ ഉമ്മുണ്ണി. അപ്പൊ എന്റെ കൊച്ചൊന്ന് ആ ചുണ്ടിങ്ങ് കാണിച്ചേ. നാഥൻ പെട്ടെന്ന് ഉമ്മച്ച് പോയിക്കോളാം. അവൻ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് മുഖം അടുപ്പിച്ച് പറയലും റൂം ഡോറിൽ തട്ടിയിട്ടത് ഒന്നിച്ചാണ്. ഇതാരാണ് കൃത്യസമയത്ത് എന്റെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്ന കാട്ടാളൻ? അവൻ ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് വാതിൽ നേർക്ക് നടന്നു. അവൻ പോയതും അവൾ നെഞ്ചിൽ കൈവച്ചൊന്ന് ശ്വാസം വിട്ടു. ഇങ്ങനെ കൊട്ടിപ്പടിക്കാതെടോ, ദോ വരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ കാണെ നിമിഷ നേരം കൊണ്ട് ആ കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.